ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ പെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് മഴ ഇങ്ങനെ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. പക്ഷേ ഞാൻ വന്ന് നിന്നപ്പോഴത്തേക്ക് മഴ പെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്, ചെറുതായിട്ട് മഴ കൂടി വരുന്നൊരു തോന്നൽ. ഓക്കെ, അപ്പോഴ് നമ്മുടെ ഇൻട്രോ ഇന്ന് മഴയത്തു നിന്ന് തന്നെ തുടങ്ങാം. അപ്പോഴ് ഇന്ന് കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോഴ് തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ഡ്രസ്സാണ് കേട്ടോ ഞാൻ ചെയ്യാനായിട്ട് പോണത്. അപ്പോഴും ഈ ഒരു മോഡൽ ചെയ്യണം അങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു തുണി ഉണ്ടായിരുന്നു, മൊത്തം നനഞ്ഞ് നോക്കേ, വെള്ളത്തിൽ വീണ്. ഓക്കെ, എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു തുണി ഇരിപ്പുണ്ടായിരുന്നു. തുണി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു മുണ്ടല്ല, ഇത് കൈലിയാന്ന് തോന്നുന്നുണ്ട്. ഇത് കൈലിയാ, മുണ്ടല്ല. ഇതെനിക്ക് ആരാ തന്നത്? ഇതെനിക്ക് അമ്മാമ്മയല്ല, വേറെ ആരാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് ഈ തുണി തന്നതാരാന്ന് എനിക്ക് ഓർമ്മയില്ല. കുറേ ആയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് താത്ത് വെക്കുമ്പോഴത്തേക്ക് അത് മൊത്തവും നനയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലോത്തിൽ ഞാൻ ഇന്നൊരു ഡ്രസ്സ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് തികയുമെന്നാണ് എൻ്റെ വിശ്വാസം. തികയാനായിട്ട് വലിയ സംഭവമൊന്നും അല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും തികയും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഒരു മിനിറ്റ്, മൊത്തം കുളമായിട്ടിരിക്കുന്നു. കറണ്ട് ഇല്ല, അവിടെ പണി നടക്കുവാണ്. ഇൻവെർട്ടറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റ് ഫുൾ ഓഫ് ആക്കി ഇട്ടേക്കുവാണ്. സിറ്റ് ഔട്ടിൽ നിന്നിട്ട് വീഡിയോ എടുത്തിട്ടും ഒട്ടും ക്ലാരിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മഴ ഇല്ലാത്തൊരു ഭാഗം നോക്കി ഞാൻ ഇറങ്ങിയത്. ഇപ്പോൾ തന്നെ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ താണ്ടേ, ഇതാണ് ആ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത്, കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ്. ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ചിലപ്പം വീഡിയോ വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കാണാൻ കുറവായിരിക്കും, അതായത് ക്ലാരിറ്റി കാണാൻ ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം താണ്ടേ, ഇതൊരു നീളത്തിനുള്ളൊരു ഉണ്ടാണ്, ഇതാ കണ്ടോ? ഇത് നീളത്തിന് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കുറച്ചും കൂടി ബാക്ക് ആക്കിയിട്ട് കാണിക്കും. വണ്ടി പോകുന്നത് വഴി അപ്പൊ നമുക്ക് ഇതിന്റെ കട്ടിങ്ങിലേക്ക് നോക്കാം. അപ്പൊ ഇത് കര വരുന്ന ഒരു ടൈപ്പ് തുണി ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ കര വേണ്ട, അതുകൊണ്ട് അത് കളഞ്ഞിട്ട് എങ്ങനെ എടുക്കാമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കട്ട് ചെയ്തെടുക്കുവാണ്. കുറച്ച് കര വരുന്ന പോർഷൻ വെച്ച് നമുക്ക് താഴത്തെ സ്കേർട്ട് ഭാഗം മടക്കി അടിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും 1 ഇഞ്ച് മടക്കി അടിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്കേർട്ട് പോർഷൻ ആട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തുണി 2 ആയിട്ട് മടക്കി ഇട്ടിട്ട് കട്ട് ചെയ്യാനുള്ള പോർഷൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഫോൾഡ് ചെയ്തിടണം. ഇപ്പം 2 മടക്കായിട്ടാണ് കിടക്കുന്നത്, നമുക്ക് 4 ഫോൾഡായിട്ടാണ് കേട്ടോ കിട്ടേണ്ടത്. ഇത് മടക്കിയിട്ടതിന് ശേഷം ഒന്നും കൂടി ഞാനൊന്ന് മടക്കി എടുക്കുവാണ്. മടക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ കറക്റ്റ് ഒരു ലെങ്ത് അനുസരിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എനിക്ക് ലെങ്ത് ഒരു 26 ആണ് വേണ്ടത്. സ്കേർട്ട് പോർഷന് മാത്രം ലെങ്താണ് വേണ്ടത്. അതിനുശേഷം വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വണ്ണം മാർക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇടുപ്പ് വണ്ണം എത്രയാണോ അപ്പോൾ അതിൻ്റെ 4/1, അതിൻ്റെ 4 വെച്ചാൽ ആ ഒരു ഇടുപ്പ് വണ്ണം ഫുൾ റൗണ്ട് എത്രയാണോ കിട്ടുന്നത് അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ, അതായത് ഒരു സംഖ്യ കിട്ടുമല്ലോ. അതിൻ്റെ ഇരട്ടി എടുക്കുക. അതിൻ്റെ ഇരട്ടിയുടെ കൂടെ 10 അല്ലെങ്കിൽ 15 നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അത്രയും പ്ലീറ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു അളവ് എടുത്തിട്ട് അതിൻ്റെ കൂടെ 10 ചേർത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതുപോലെ കിട്ടും. എനിക്ക് കറക്റ്റ് അളവിന് 2 കിട്ടി കേട്ടോ. അപ്പോൾ സ്കേർട്ടിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് യോക്ക് പോർഷൻ അഥവാ മോൾ ഭാഗം, ആ ഒരു മുകളിലോട്ടുള്ള ഭാഗമല്ലേ യോക്ക് പോർഷൻ എന്ന് പറഞ്ഞാൽ, മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോഴതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 15 ലെങ്ത് എടുത്തേക്കുന്നത്. അപ്പോഴത് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇതിപ്പോൾ ഞാൻ 2 മടക്കിയിട്ടിട്ട് ചെയ്യുവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം ഇവിടെ കട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കരയുള്ള ഭാഗം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ വിചാരിച്ച് കുഴപ്പമില്ല, ആദ്യം ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് അടുത്തത് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റി ഇനി നെക്സ്റ്റ് അടുത്ത പോർഷൻ കട്ട് ചെയ്തെടുക്കണം. അതായത് 2 യോക്ക് പോർഷനല്ലേ നമുക്ക് വരുന്നത്. അടുത്തത് ഞാൻ വിചാരിച്ച് കുറച്ച് ആ ഒരു കര ഭാഗം വന്നോട്ടെ എന്ന്, അത് ഫ്രണ്ട് സൈഡിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു, മറ്റത് ബാക്ക് സൈഡിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡിസൈനായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കട്ട് ചെയ്തെടുക്കുവാണ്. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം കേട്ടോ. ശരിക്കും തന്നെ കരയില്ലാത്ത ഭാഗം തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ സ്കേർട്ട് പോർഷൻ്റെ അകത്ത് ഒരു അബദ്ധം കാണിച്ചതാണ് ഇത്രയും പ്രശ്നമായത്. അങ്ങനെ അപ്പോൾ എന്തായാലും ആ ഒരു തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് 2 ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് 2 ഒറ്റ മടക്കിയിട്ടേക്കുവാണേ. സാധാരണ ഈ യോക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ തുണിയിലൊരു പ്രശ്നം വന്നുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ എങ്ങനെയാണ്, ആദ്യം ഒരു മടക്കിയിടും തുണി, പിന്നെ അതിനുശേഷം വീണ്ടും ഒന്ന് മടക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരൊറ്റ പീസിൽ നിന്ന് തന്നെ നമുക്ക് 2 സൈഡും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം തുണിയിൽ പ്രശ്നം വന്നുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കഴുത്തകലം, അതുപോലെ തന്നെ ഷോൾഡർ, കൈക്കുഴി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് കഴുത്തകലം 3 വരുന്നത്. ഷോൾഡർ ഞാനൊരു 3.5, 3.25 എടുത്തിട്ടുണ്ട്. കൈക്കുഴി 6. പിന്നെ അതിങ്ങനെ കേവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. നെഞ്ചുവണ്ണം വരുന്നത് 9 അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവിനാണ് കിട്ടിയിട്ടുണ്ടേ.
നെക്ക് പിന്നെ ഏത് മോഡൽ വേണമെങ്കിലും എടുക്കാം. ഈ ഒരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റ് ഞാൻ അതുപോലെയല്ല ചെയ്യുന്നത്. കറക്റ്റ് എന്ന് വെച്ചാൽ മോഡൽ അതാണ്, നെക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത്രത്തോളം ഞാൻ പ്ലീറ്റ് എടുക്കുന്നില്ല, അല്ലാതെ സെയിം മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. എന്നിട്ട് ഞാൻ നോക്കുക കഴുത്ത് ഏത് മോഡൽ വരയ്ക്കണം. എപ്പോഴും ഒരു ആലില കഴുത്തും കൊണ്ടാണ് ഞാനിപ്പോൾ ഇരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ വീനെക്കിലേക്ക് തന്നെ പോകാമെന്നും പറഞ്ഞിട്ട് പെട്ടെന്നൊരു ഐഡിയയിലാട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ടോപ്പ് ഒരു 1.5 മണിക്കൂറിലാട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ആദ്യമായിട്ടാണ് എൻ്റെ കാര്യത്തിൽ ഞാൻ 1.5 മണിക്കൂറിലൊക്കെ ഒരു ടോപ്പ് ചെയ്തെടുക്കുന്നത്. കാരണം എന്തോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് ചെയ്തെടുക്കണം എന്നുള്ളത്. 1.5 മണിക്കൂർ സത്യം പറഞ്ഞാൽ കൂടുതലാണ്. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വേഗം തന്നെ ചെയ്ത് തീർക്കും. ഓക്കെ, അങ്ങനെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി ഇതുപോലെ കേവ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് വേണം കേട്ടോ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് വെട്ടാൻ വേണ്ടിയിട്ട്. ബാക്ക് പോർഷൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ വീനക്ക് കൊടുത്തു. പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിചാരിച്ച് വീനക്ക് വേണ്ടായിരുന്നെന്നൊരു തോന്നൽ. കാരണം എൻ്റെ ഒട്ടുമിക്ക ഡ്രസ്സിനും വീനക്കുണ്ട്. പിന്നെ എന്തായാലും വെട്ടിയതില്ലേ, ഇനിയിപ്പം ഖേദിച്ചിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ എന്തായാലും ജസ്റ്റ് റഫായിട്ട് ചെയ്ത് നോക്കുമല്ലോ. ഇതുപോലെ എനിക്കിനി വേറെ ഫ്രോക്കൊക്കെ ചെയ്ത് നോക്കണം എന്നുണ്ട്. അങ്ങനെ അതത്രയും സെറ്റായിട്ടുണ്ട്. അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്തോ ലൈനിങ് ഇടാമെന്നൊരു തോന്നല. അപ്പോൾ എൻ്റെ ഒരു പഴയ ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് വെച്ചിട്ട് ലൈനിങ് ഇടാമെന്ന്, അതായത് സ്കേർട്ട് പോർഷനിൽ ലൈനിങ് ഇടുന്നില്ല, യോക്ക് പോർഷന് മാത്രം കുറച്ച് ലൈനിങ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള തുണി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ലൈനിങ് ഇടുവാണ്. അത് ഇതുപോലെ 4ആയിട്ട് മടക്കി ഇപ്പോൾ കാണിക്കുന്ന ഒരു മെത്തേഡ് ഇല്ലേ, ഇതുപോലെയാണ് ഞാൻ സാധാരണ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാറുള്ളത്. പിന്നെ തുണിയിൽ പ്രശ്നം വന്നുകൊണ്ടാണ് പറഞ്ഞില്ലേ, ഇപ്പോൾ എത്ര വട്ടം പറഞ്ഞത് എനിക്ക് തന്നെ അറിയത്തില്ല. ഓക്കെ, ഇനി ഇതുപോലെ വെച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് മെഷർമെൻറ്റ് അതുപോലെയായിട്ട് എടുത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ യോക്ക് പോർഷൻ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം നെക്ക് കട്ട് ചെയ്യാറില്ല, ജസ്റ്റ് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൈക്കുഴി ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തെടുക്കും. എത്രയേ ഉള്ളൂ. പിന്നെ ഈ യോക്ക് പോർഷൻ്റെ ലെങ്ത് വരുന്നത് 15 ആണ്. നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം. ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അനാർക്കലി അഥവാ അംബ്രല്ല പോലൊന്നുമല്ല, കുറച്ചും കൂടി ഇറക്കം നിൽക്കുന്നുണ്ട്, ഫ്രോക്ക് ടൈപ്പ് അല്ലേ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി യോക്ക് പോർഷന് ലെങ്ത് വരുന്നുണ്ട്. അംബ്രല്ലയൊക്കെ ആണെങ്കിൽ നമുക്ക് ലെങ്ത് കുറച്ചെടുക്കാം. ഇത് യോക്ക് പോർഷൻ ഇറങ്ങി നിൽക്കുന്നുണ്ട്, അതുപോലെ യോക്ക് പോർഷൻ്റെ ഇറക്കം കൂട്ടിയിട്ടാണ് വെട്ടിയെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അതിൻ്റെ പരിപാടിയില്ല, മൊത്തത്തിൽ കട്ടിങ് ഒക്കെ കഴിഞ്ഞെന്നർത്ഥം. കാരണം സ്ലീവ്ലെസ് ആണല്ലോ, അപ്പോൾ സ്ലീവ് വരുന്നില്ല. അപ്പോൾ അതാണ്ടേ ഒരു യോക്ക് പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബാക്കിൻ്റെ യോക്ക് പോർഷനാണ്, അതായത് മെയിൻ തുണി. പിന്നെ ലൈനിങ് 2 ഉണ്ട്, അതിൻ്റെ അകത്ത് തന്നെ മറ്റേ തുണി കയറി ഒളിച്ചിരിക്കുക കേട്ടോ. ഇത് പിന്നെ സ്കേർട്ട്. അപ്പോൾ ഇത്രയും കട്ടിങ് എൻ്റെ അകത്തോട്ട് വരുന്നുള്ളൂ. പിന്നെ സ്ലീവ് ചെയ്യുന്നവർക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കാൻ, ഞാൻ പിന്നെ സ്ലീവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും പീസസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അളവിനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ അളവനുസരിച്ച് മാറ്റി മാറ്റി സ്റ്റിച്ച് ചെയ്യാം. ഇനി ആദ്യം തന്നെ യോക്ക് പോർഷൻ ചെയ്തെടുക്കുവാണ്. അതിന് വേണ്ടിയിട്ട് യോക്ക് പോർഷൻ്റെ നമ്മുടെ വീനൊക്കെ വെട്ടിയ പോർഷനിൽ, അതായത് ഫ്രണ്ടിൽ വരുന്ന ഭാഗം, അതിൻ്റെ അകത്ത് നല്ല വശത്ത് നമ്മൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ കഴുത്ത് വെട്ടത്തില്ല, അത് ഓർക്കണം. ലൈനിങ് എൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്, ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ ചെയ്ത അതേ ടെക്നിക്കാണ്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഞാനത് പിന്നൊന്നും ചെയ്തില്ല, കാരണം പിന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഒരുപാട് സമയം എടുക്കും. എനിക്കാണെങ്കിൽ ഇത് വേഗം അങ്ങ് ചെയ്തെടുക്കണം, എൻ്റെ ഒരു റിസൾട്ട് കണ്ടോളാൻ വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ പിൻ ചെയ്തൊന്നുമില്ല, ജസ്റ്റ് പിടിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇറക്കണം. ലോക്ക് ചെയ്താണ് കേട്ടോ ഇറക്കേണ്ടത്. അങ്ങനെ അത്രയും ചെയ്തെടുത്ത് അതിനുശേഷം നമുക്കിത് തിരിച്ചിടുമ്പോഴത്തേക്ക് ഇതുപോലെ കിട്ടും. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം തിരിച്ചിടാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചു ഇതെന്താ തിരിയാത്തത്, പിന്നാണ് മനസ്സിലായത് തിരിയാത്തത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന്. കാരണം കട്ട് ചെയ്യാതെ തിരിച്ചിട്ട് അത് തിരിയത്തില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അത് കട്ട് ചെയ്ത് മാറ്റി, ഒരു ബോധമില്ലെന്ന്. പെട്ടെന്നുള്ള വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ. എൻ്റെ കാര്യത്തിൽ പിന്നെ പറയാൻ വേണ്ട. അതിനുശേഷം താണ്ട് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ താണ്ട് ഇതുപോലെ കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ വീനൊക്കെ വരുന്ന പോർഷൻ്റെതാണ് ഞാൻ ആദ്യം ചെയ്തെടുക്കുന്നതെന്നാണ്. അത് രണ്ടാമതാട്ടോ ചെയ്തത്, അതിപ്പോഴാണ് ചെയ്ത് കഴിഞ്ഞത്. ആദ്യം ചെയ്തത് ബാക്ക് പോർഷനിലെ നെക്കായിരുന്നു നമ്മൾ നേരത്തെ അറ്റാച്ച് ചെയ്ത് മാറ്റിയത്. അതിനുശേഷം സെയിം മെത്തേഡിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ നെക്കും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് തിരിച്ചിടാതെ നമ്മളുടെ ആ ഒരു കൈക്കുഴി റൗണ്ടില്ലേ, അതിങ്ങനെ ഒരു ഇച്ചിരി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ അടിച്ചിറക്കുക. അത് എന്തിനാണ് അടിച്ചിറക്കുന്നതെന്ന് വെച്ചാൽ സ്ലീവ്ലെസ് അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ജോയിൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മൾ 2 പോർഷനും ചെയ്തെടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, കുറച്ച് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഫോൺ അങ്ങ് ഓഫായിപ്പോയി. അത് ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ക്ലിപ്പൊക്കെ ഇടയ്ക്ക് എടുത്ത് വെച്ചിരുന്നുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റിയത്. ഇതിപ്പോൾ സ്കേർട്ട് പോർഷനാണ്. സ്കേർട്ട് പോർഷൻ്റെ അടിഭാഗം ഇതുപോലെ മടക്കി അടിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ 2 സ്കേർട്ട് ഇതുപോലെ മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് കുഞ്ഞി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഉടുപ്പിൻ്റെ യോക്ക് പോർഷൻ്റെ താഴത്തെ വണ്ണം എത്രയാണോ അതിന് ഈക്വലായിട്ട് വേണം കേട്ടോ പ്ലീറ്റ് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കാനായിട്ട്. നമുക്ക്
ടേപ്പ് വെച്ചിട്ട് അളന്ന് കറക്റ്റായിട്ട് എടുക്കാം. അല്ലാതാണെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അല്ലാതെ എൻ്റെ ഒരു ഊഹത്തിന് ചെയ്യാണ്, പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. പ്ലീറ്റ് എടുത്തതിന് ശേഷം ഒന്നുമില്ല, നമ്മൾ ആ ഒരു യോക്ക് പോർഷനായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. പിന്നെ സൈഡ് ഷേപ്പ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഫോൺ ഓഫായി പോയി കാര്യമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒറ്റ ഇരിപ്പിരുന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ചാർജ് തീർന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അത്രയും പണി കിട്ടി. പിന്നെ ലാസ്റ്റ് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇത് അപ്ലോഡ് ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് വലിയ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നിട്ട് ഒന്നും നടന്നില്ല എന്നുള്ളൊരു വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ വിചാരിച്ച് കുഴപ്പമില്ല, കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഇതിനകത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്നെ ഒരുപാട് പ്ലീറ്റ്സ് എടുത്തിട്ടില്ല കേട്ടോ. കുറേ പ്ലീറ്റ്സ് വെക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം തോന്നി, എനിക്കൊരു ഫീൽ ആവുന്നതുകൊണ്ട് തന്നെ പ്ലീറ്റ്സ് കുറച്ചാണ് എടുത്തേക്കുന്നത്. കുറേ പ്ലീറ്റ്സ് ഇട്ടാലും നിങ്ങൾക്ക് സെയിം ഇതേ ഒരു ലുക്കിൽ കിട്ടും. പിന്നെ നെക്കിലൊരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോക്കറ്റ്സ് ഉണ്ട് ഈ ഒരു ഫോട്ടോയിൽ, അതായത് രശ്മികേൻ്റെ ആ ഒരു ഡ്രസ്സിൽ പോക്കറ്റ്സ് ഉണ്ട്, ഞാൻ പോക്കറ്റ്സ് ആഡ് ചെയ്തിട്ടില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ നെക്ക് വേറെ മോഡലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ സെയിം പാറ്റേൺ കട്ടിങ് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.